ഹലോ. അപ്പം ഞാനിന്ന് എൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് കേട്ടോ ജോലി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ദാ മമ്മി എനിക്കിവിടെ അപ്പം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പത്തിന് വേണ്ടിയിട്ട് കറി ദാ കൊള്ളിസ്റ്റു ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചായക്കുള്ള പാലെടുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ദാ മമ്മി അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഞാൻ വരുമെന്ന് ഒരു ഓഫീസിൽ വെച്ചിട്ട് ഒരു 5 മണി ആയപ്പോഴാണ് കേട്ടോ ഞാൻ വിളിച്ച് പറഞ്ഞേ. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും 6:30 ആയിട്ടുണ്ട്. അപ്പോഴേക്കും മമ്മി ദാ അതൊക്കെ ഉണ്ടാക്കി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിന്ന് വന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വാഴക്കൊല ഉണ്ടായിരുന്നേ. ഇവിടെ തന്നെ ഉണ്ടായ വാഴയിൽ ഉണ്ടായ കൊലയാണ് കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വന്നത്. ഇത് മുഴുവൻ ഞാൻ കൊണ്ടുപോകാൻ വന്നതല്ല, ഇതിൽ നിന്ന് കുറച്ച് ഞാൻ കൊണ്ടുപോകും കേട്ടോ. ബാക്കി ഇവിടെ നമ്മുടെ ഗ്രാമപ്രദേശമാണേ. അപ്പോൾ ഇപ്പുറത്തെ വീടുകളിലേക്കൊക്കെ നമ്മളിങ്ങനെ കൊടുക്കും. അവിടെ നിന്നും നമുക്ക് എല്ലാം തരും കേട്ടോ. അങ്ങനെയാണേ. അപ്പോൾ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടോ എന്നെ മമ്മി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നേ. മമ്മിക്ക് എന്തെങ്കിലും ഒരു സാധനം ഇവിടെ ഉണ്ടായാലേ എനിക്ക് തന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ദാ ബബ്ലൂസ് നാരങ്ങ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതാണേ. നിങ്ങളുടെ അവിടെ ഈ നാരങ്ങേനെ എന്താ പറയുന്നത്? ബബ്ലൂസ് നാരങ്ങാന്ന് തന്നെയാണോ? പേരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ, നിങ്ങൾ എന്താ പറയുന്നതെന്ന്. അങ്ങനെ നമ്മുടെ അമ്മമാർക്ക് അങ്ങനെയാണല്ലേ, വീട്ടിലുണ്ടാവുന്ന ഈ പഴം ഉണ്ടല്ലോ പിള്ളേർക്ക് കൊടുക്കാണ്ട് ഇരിക്കുമ്പോൾ മമ്മിക്ക് ഒരു സമാധാനവും കിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്മമാരുണ്ടല്ലോ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുമ്പോഴേ നമ്മൾ തിരിച്ചും അങ്ങനെ സ്നേഹിക്കണം കേട്ടോ. പല ആൾക്കാരും ഉണ്ടല്ലോ വയസ്സാം കാലത്ത് അമ്മമാരെ ശ്രദ്ധിക്കാറ് പോലും ഇല്ല കേട്ടോ. സ്വത്തിനും പണത്തിനും വേണ്ടി എത്ര പാരൻസിനെയാണല്ലേ മക്കൾ തിരിഞ്ഞു നോക്കാണ്ടിരിക്കുന്നത്. ബഹുജനം പല വിധന്നാണല്ലോ, എന്ത് ചെയ്യാം അല്ലേ. എന്നാലോ ഇവരുണ്ടല്ലോ നോക്കുന്ന ആൾക്കാരോട് ഇല്ലാത്ത കുറ്റം മുഴുവൻ ഉണ്ടാവില്ല കേട്ടോ. ഇവരിട്ട് നോക്കൂല്ല, നോക്കുന്നവരായിട്ട് കുറ്റവും പറഞ്ഞ് നടക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. 1000 കുടത്തിൻ്റെ വായ കെട്ടിയാലും ഒരു മനുഷ്യൻ്റെ വായ കെട്ടാൻ പറ്റില്ലെന്ന് നമ്മൾ പറയാറില്ലേ. അത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ശരി, ഞാൻ എന്താ അപ്പോൾ ഈസ്റ്റ് കറിയൊക്കെ കഴിക്കാൻ പോവാണേ. എന്നിട്ട് എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം, പെട്ടെന്ന് പോകണേ. ഞാൻ ഈ കുറച്ച് നേരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ദാ അങ്ങനെ അപ്പോൾ ഈസ്റ്റ് കറിയൊക്കെ കഴിച്ച് ഞാൻ വാഴക്കോലയൊക്കെ കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ, ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.